സാഫല്യം പാർട്ട് 18. മോൾ വിഷമിക്കേണ്ട, ഇപ്പോൾ മോൾക്ക് കുഴപ്പമൊന്നുമില്ല. നമുക്കിപ്പോൾ തന്നെ മോളെ അമ്മയുടെ അടുത്ത് പോകാം. ഓക്കേ. അവൾ പുഞ്ചിരിയോടെ അവനെ നോക്കി. സാന്ദ്ര നിരാശയോടെയാണെങ്കിലും അവർക്കൊപ്പം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരാൾ ഉള്ളതായി മോളോ എബിയോ ഒരു നോട്ടം പോലും കാണിച്ചില്ല. അമ്മേ. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ പാടെ ആ വിളിയോടെ കുഞ്ഞ് അകത്തേക്ക് ചാടിക്കയറി. മോളെ. മീനു അവൾക്കരികിലേക്ക് ഓടി വന്ന് മുട്ടുകുത്തിയിരുന്ന് മോളെ ചേർത്ത് പിടിച്ച് കവിളിലും നെറ്റിയിലും ഉമ്മ വയ്ക്കാൻ തുടങ്ങി. ഇതാണ് ഒരമ്മയുടെ സ്നേഹം. നീ ഒരിക്കലെങ്കിലും മോളെ ഇതുപോലെ ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുത്തിട്ടുണ്ടോ? എബിയുടെ ചോദ്യത്തിനു മുന്നിൽ സാന്ദ്രയുടെ തല താണു. മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല അമ്മേ. അവളുടെ അമ്മയായി നീ കൂടെയുണ്ടെങ്കിൽ നമ്മുടെ മോൾക്ക് ഒന്നും ഉണ്ടാകില്ല. എബിയുടെ വാക്കിൽ അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. മോൾ വാ, അമ്മ മോൾക്ക് കഴിക്കാൻ തരാം. മോളെ കയ്യിലെടുത്ത് മീനു കിച്ചണിലേക്ക് നടന്നു. ഞാൻ മോളെ അമ്മയാണ് എന്ന് ഇടയ്ക്ക് പറഞ്ഞതുകൊണ്ടല്ല നീ അമ്മയാണെന്ന് തെളിയിക്കേണ്ടത്. അത് പ്രവൃത്തിയിൽ തോന്നേണ്ടതാ. നിന്റെ മോളോടുള്ള പെരുമാറ്റത്തിൽ ഒരിക്കൽ പോലും നീ മോളെ അമ്മയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. സാന്ദ്ര അപ്പോഴും ഒന്നും മിണ്ടാനാവാതെ തന്നെ നിന്നു. വീണ്ടും ഞാൻ തോറ്റുപോയി. സ്നേഹം കൊണ്ട് മീനു എന്നെ തോൽപ്പിച്ചു. മോളെന്നല്ല ആരും എന്നെ അംഗീകരിക്കാൻ പോണില്ല. അവൾ വിഷമത്തോടെയാണെങ്കിലും അത് ഉൾക്കൊണ്ടു. മീനു, എന്താ എബിച്ചായ? മീനു എബിയെ നോക്കാതെ തന്നെ ചോദിച്ചു. എബി അവളെ തന്നെ നോക്കി അരികിൽ ചെന്ന് നിന്ന് അവളുടെ കയ്യിൽ പിടിച്ചു. അമ്മ പറഞ്ഞു നീ മോളെ രക്ഷിക്കുന്നതിനിടയ്ക്ക് നിന്റെ കൈ നല്ലോണം മുറിഞ്ഞു എന്ന്. ഓ, അതത്രയ്ക്കൊന്നുമില്ല അമ്മ, വെറുതെ. അവൾ പറഞ്ഞു തീരുന്നതിന് മുന്നേ എബി അവളുടെ കൈമുട്ടിൽ തലോടി. അവൾ ഒന്ന് എരിവ് വലിച്ചുകൊണ്ട് അവനെ നോക്കി. ഇതാണോ ചെറിയ മുറിവ്? നിനക്ക് നീറുന്നില്ലേ? ഇതൊക്കെ ഒരു കുഞ്ഞു മുറിവാ. എനിക്കിതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമല്ല. അവൾ വേദനയൊന്നും പുറമേ കാണിക്കാതെ പറഞ്ഞു. അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് അവൻ്റെ ചുണ്ടുകൾ പതിപ്പിച്ചതും മീനു കണ്ണും മിഴിച്ചു നിന്നു. ഞാൻ ബാൻഡേജ് ചെയ്തു തരാം. അവളെ ബെഡിലിരുത്തി അവൻ ഫസ്റ്റ് എയ്ഡ് കിറ്റ് തുറന്ന് മുറിവ് ക്ലീൻ ചെയ്യാൻ തുടങ്ങി. മീനു ഒന്ന് ഞെരുങ്ങി. അവളുടെ മുഖഭാവങ്ങൾ ഓരോന്നായി അവൻ പുഞ്ചിരിയോടെ നോക്കിക്കണ്ടു. കുഞ്ഞു മുറിവാണ് എന്നൊക്കെയല്ലേ നീ പറഞ്ഞത്? എന്നിട്ടിപ്പോൾ എന്താ ഒരു പേടി? അത് പിന്നെ ഉള്ള മരുന്ന് മുഴുവൻ അവിടെ തേച്ചൊഴിച്ച് എന്നെ വേദനിപ്പിച്ചിട്ടല്ലേ? അത്രയ്ക്ക് വേദനിച്ചോ? ആ, എന്നാ പിന്നെ ഇപ്പം മാറ്റിത്തരാം എന്ന് പറഞ്ഞ് അവിടെ അവൻ ചുംബിക്കാൻ തുടങ്ങിയതും മീനു അവളുടെ കൈ പതിയെ വലിച്ചു. പപ്പാ, ആ മക്കൾ വാ. മോളും മോനും ഒരുപോലെ വന്ന് എബിയുടെ മേലെ ചാടിക്കയറിയതും അവർ രണ്ടുപേരും ഒരുപോലെ ഉമ്മ വെച്ചു. മീനുവും ഒരു ചിരിയോടെ അത് നോക്കി നിന്നു. അവരുടെ ചിരിയും കളിയും എല്ലാം സാന്ദ്ര ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. താനായിട്ട് നഷ്ടപ്പെടുത്തിയ ആ ജീവിതം ഓർക്കും തോറും അവൾക്ക് സഹിക്കാനാവുന്നില്ല. വേദനയോടെയും കണ്ണീരോടെയും അവൾ അവിടെ കഴിച്ചുകൂട്ടി. മക്കൾ ഉറങ്ങിയതും മീനു നോക്കിയത് എബിയെയാണ്. അവൻ്റെ നോട്ടം തന്നിലാണെന്ന് കണ്ടതും അവൾ മുഖം വെട്ടിച്ച് കിടന്നു. ഏതോ കൈകൾ സാരിയുടെ വിടവിലൂടെ തൻ്റെ വയറിലേക്ക് നീങ്ങുന്നതറിഞ്ഞ് അവൾ ചാടി എണീറ്റു. ചിന്നുമോൾ ഉറക്കത്തിൽ തന്നെ പിടിച്ചതാണെന്ന് കണ്ടതും മീനു ആശ്വാസത്തോടെ കിടന്നു. ഞാനാണെന്ന് കരുതിയല്ലേ? അതിനവൾ ഒന്നും മിണ്ടാതെ കിടന്നതും അവനൊന്ന് ചിരിച്ചു. ശരിക്കും ഞാനാണെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു? അവൻ ചോദിച്ചു. അത് ഞാൻ അങ്ങനെയൊന്നുമല്ല കരുതിയത്. അത് നിന്റെ ഞെട്ടൽ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. എന്നിട്ടവനൊന്ന് ചിരിച്ചു. എന്ത് മനസ്സിലായെന്ന്? നീ എൻ്റെ ഒരു തലോടലെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെന്ന്. അവളൊരു നിമിഷം പകച്ചുപോയി. ശരിയാണ്, എന്തൊക്കെയോ ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എബിച്ചായനോടൊപ്പം ഉള്ള ഒരു ജീവിതം ഇന്ന്. അത് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. അതവൾ സ്വയം തിരിച്ചറിയുകയായിരുന്നു. ഞാനതൊന്നും ആഗ്രഹിക്കുന്നില്ല. അവൾ അതും പറഞ്ഞ് അവൻ്റെ മുഖത്ത് നോക്കാതെ തിരിഞ്ഞു കിടന്നു. കാലത്ത് തന്നെ മീനു സാന്ദ്രയ്ക്കുള്ള കോഫിയുമായി അവളുടെ മുറിയിൽ ചെന്നു. സാന്ദ്ര. മീനു അവളെ കാണാതെ അവിടെയൊക്കെ തിരഞ്ഞു. ബാത്റൂമിൽ കാണാതെ ബാൽക്കണിയിലും താഴെയും ഒക്കെ അവളെ തിരക്കി നടന്നു. അമ്മ സാന്ദ്രയെ കണ്ടോ? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ മീനു അവളെ അന്വേഷിച്ചിങ്ങനെ നടക്കാൻ? അമ്മ പറഞ്ഞു. അവൾ ഒന്നുകൂടി അവിടെയൊക്കെ നോക്കി. വീണ്ടും മുറിയിൽ ചെന്നപ്പോഴാണ് ബെഡിൽ ഒരു പേപ്പർ തുണ്ട് കണ്ടത്. അതെടുത്ത് മടക്ക് നിവർത്തി നോക്കിയതും മീനു എബിയുടെ അടുത്തേക്ക് ഓടി. ആരന്വേഷിച്ചു വന്നില്ലെങ്കിലും നീ എന്നെ തിരക്കി മുറിയിൽ വരും എന്ന് എനിക്ക് അറിയാമായിരുന്നു മീനു. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ എഴുതി ഇവിടെ ഇടുന്നത്. ഞാൻ പോവുക. എങ്ങോട്ടാണ് എന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇനിയുള്ള ജീവിതം എങ്ങനെയാണെന്നും അറിയില്ല. പക്ഷേ ഇപ്പോൾ എനിക്കൊരാഗ്രഹം മാത്രമേയുള്ളൂ, മീനുവിനെ പോലെ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാവണം എന്ന്. മോളെയും എബിയെയും നിന്നേക്കാൾ നന്നായി ഈ ലോകത്ത് വേറെ ആർക്കും നോക്കാനാവില്ല മീനു. സ്വന്തം മോളെ ഒരാപത്ത് വന്നപ്പോൾ രക്ഷിക്കാൻ പോലുമാവാത്ത ഞാൻ ഇനിയും അമ്മയാണെന്ന് പറഞ്ഞ് നടക്കുന്നതിൽ ഒരർത്ഥവുമില്ല. മീനുവിനെ പോലെ തന്നെ ഒരമ്മയെ കിട്ടിയ എൻ്റെ മോൾ ഭാഗ്യവതിയാണ്. നിങ്ങളുടെ ആ സന്തോഷകരമായ ജീവിതത്തിലേക്ക് ഒരു നിഴലായി പോലും ഞാനിനി തിരിച്ചു വരില്ല. ഗുഡ് ബൈ.
എബി അത് വായിച്ച് ഒരു പുഞ്ചിരിയോടെ മീനുവിനെ നോക്കി. അങ്ങനെ ആ ബാധ സ്വയം ഒഴിഞ്ഞുപോയി. ആട്ടി ഓടിച്ചിട്ട് പോലും പോവാൻ മനസ്സ് കാണിക്കാത്ത അവൾ നിന്റെ സ്നേഹത്തിന് മുന്നിൽ തോറ്റു. പാവം എവിടെ പോയി കാണുമോ ആവോ, മീനു ഗദ്ഗതം പോലെ പറഞ്ഞു. എൻ്റെ മീനു, നീ അറിയാതെ പോലും അങ്ങനെയൊന്നും പറയല്ലേ. അവളെങ്ങാനും കേട്ട് തിരിച്ചു വരാനും മടിക്കില്ല. അത് കേട്ട് മീനു ഒന്ന് ചിരിച്ചു. അതേ, എന്താ? എല്ലാം ക്ലിയർ ആയാൽ നമ്മൾ തമ്മിലുള്ള ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം എന്നല്ലേ നമ്മുടെ തീരുമാനം? അത് അത്ര പെട്ടെന്ന് അവൾ ഒഴിഞ്ഞു പോകും എന്ന് കരുതിയില്ല അല്ലേ? ഇന്ന് ഹോസ്പിറ്റലിൽ നേരത്തെ പോകണം എന്നല്ലേ പറഞ്ഞത്? ഞാൻ കഴിക്കാൻ എടുത്തു വയ്ക്കാം, മീനു പറഞ്ഞു. അവൾ വെപ്രാളത്തോടെ അതും പറഞ്ഞ് അകത്തേക്ക് പോയി. അവൻ്റെ അടുത്തു നിന്നും ഒരു ഒഴിവാകലായിരുന്നു അത്. ഞാനിന്ന് നേരത്തെ വരും, അവൻ വിളിച്ചു പറഞ്ഞു. എന്തിന്? അത് ശരി, ഞാൻ വരുന്നത് എന്തിനാണെന്നോ? അതല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഇയാൾ നേരത്തെ വരാറുള്ളൂ, അതുകൊണ്ട് ചോദിച്ചതാ. അതാണോ? എന്നാലുണ്ട്. ഇന്ന് നമുക്ക് മക്കളെയും കൊണ്ട് പുറത്തൊക്കെ ഒന്ന് പോകാം. പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ആഘോഷം. അത് കേൾക്കുമ്പോൾ തന്നെ മീനുവിനൊരു ഞെട്ടലാണ്. എബി അവളെ നോക്കി ചിരിച്ചുകൊണ്ട് ഇറങ്ങി. പപ്പ, ഐസ്ക്രീം വേണം. അതൊന്നും വേണ്ട, അല്ലെങ്കിൽ തന്നെ രണ്ടിനും തണുപ്പാണ്. ഒരു ഐസ്ക്രീം കഴിച്ചെന്ന് വെച്ച് കോൾഡ് പിടിക്കാനൊന്നും പോണില്ല. എൻ്റെ മോൾ വാ, ഏതാ വേണ്ടതെന്ന് മോൾ തന്നെ നോക്കിയെടുത്തോ എന്നും പറഞ്ഞ് എബി മോളെയും കൊണ്ട് കാറിൽ നിന്ന് ഇറങ്ങി. കിത്തുമോൻ പിന്നെ ഉറക്കമായതുകൊണ്ട് മീനു അവനെ മടിയിൽ വെച്ച് കിടത്തി. പെട്ടെന്നാണ് അവൾക്ക് മുന്നിലായി ദേവൻ്റെ ബൈക്ക് വന്നു നിന്നത്. അത് കണ്ടതും മീനു ദേവനെ അല്പം ഭയത്തോടെ നോക്കി. പഴയ ഉന്മേഷമൊന്നും ആ മുഖത്തില്ല. താടിരോമങ്ങളൊക്കെ നീട്ടി വളർത്തിയിരിക്കുന്നു. അവൾക്കെന്തോ അവനെ അധിക നേരം നോക്കി നിൽക്കാനാവാത്ത പോലെ. അവൾ വേദനയോടെ മോൻ്റെ മുഖത്തേക്ക് നോക്കി. ദേവൻ തൊട്ടടുത്ത് കടയിൽ നിന്നും ഒരു സിഗരറ്റ് വാങ്ങി സ്മോക്ക് ചെയ്തുകൊണ്ടാണ് ഇറങ്ങി വന്നത്. അത് അവളെ കൂടുതൽ വേദനിപ്പിച്ചു. ഇടയ്ക്ക് അവൻ്റെ കണ്ണുകൾ മീനുവിൽ ഉടക്കിയതും അവൻ ഒരു നിമിഷം സ്തംഭിച്ച പോലെ അവളെ നോക്കി നിന്നു. അവളുടെ കയ്യിലുള്ള മോൻ്റെ മുഖം കാണാൻ അവൻ്റെ മനസ്സ് തുടിച്ചു. അവൻ അവർക്കരികിലേക്ക് നടന്നു നീങ്ങിയതും മീനു ഭയത്തോടെ മോനെ ഇറുകെ പിടിച്ചു. മോനെ തൻ്റെ കയ്യിൽ നിന്നും കൊണ്ടുപോകാനാവുമോ എന്ന ഭയമായിരുന്നു അവളിൽ. സുഖമാണോ മീനു നിനക്ക്? പ്രതീക്ഷിക്കാതെയുള്ള അവൻ്റെ ചോദ്യം കേട്ട് മീനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവനെ നോക്കാതെ തന്നെ അവൾ കണ്ണുകൾ തുടച്ചു. അമ്മേ, ഇത് അമ്മയ്ക്കാ. മോൾ സൈഡിൽ നിന്നും ഡോർ തുറന്നുകൊണ്ട് അവൾക്ക് നേരെയുള്ള ഐസ്ക്രീം നീട്ടിയതും അവൾ മോളെ നോക്കി പുഞ്ചിരിയോടെ അത് വാങ്ങി. എബി വന്നപ്പോൾ ദേവനെ മീനുവിനരികിലായി കണ്ടതും അവൻ മീനുവിനെ ആയിരുന്നു നോക്കിയത്. അവൾ മോളെ ശ്രദ്ധിക്കുന്നത് കണ്ട് എബി ദേവനെ തുറച്ചു നോക്കി. പേടിക്കേണ്ട, പിന്തുടർന്ന് വന്നതല്ല, അപ്രതീക്ഷിതമായി കണ്ടപ്പോൾ. അത്രയും പറഞ്ഞ് ദേവൻ നിർത്തി. എബി കാറിൽ കയറി ഡോർ അടച്ചതും ദേവൻ അപ്പോഴും മീനുവിനെയും മോനെയും നോക്കി നിൽപ്പായിരുന്നു. കാർ നീങ്ങി തുടങ്ങിയതും മീനു അവനെ തിരിഞ്ഞു നോക്കി. ആ ചുണ്ടിലുള്ള പുഞ്ചിരി അവളുടെ നെഞ്ചിൽ തറച്ചതുപോലെ. അവൻ കൺമുന്നിൽ നിന്ന് മറയുന്നതുവരെ അവൾ ആ നോട്ടം ആയിരുന്നു. എബിയും മിറൽ കൂടി അത് കാണുന്നുണ്ടായിരുന്നു. എബിയോടും മക്കളോടും ഒപ്പമാണെങ്കിലും മീനുവിൻ്റെ ചിന്തകൾ എവിടെയൊക്കെയോ ആയിരുന്നു. ദേവനെ കണ്ടുമുട്ടിയപ്പോഴാണ് അവളിൽ ഈ മാറ്റം എന്ന് എബിക്ക് മനസ്സിലായി. അതുവരെ മക്കളോടും തന്നോടും എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവൾ. എബിക്കും അത് സഹിക്കാനായില്ല. ഡിന്നറൊക്കെ കഴിച്ചിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് നേരത്തെ ഇങ്ങ് പോന്നോ? അമ്മ ചോദിച്ചു. അത് മക്കൾ ഒക്കെ ഉറക്കം പിടിച്ചു തുടങ്ങി, അതുകൊണ്ട് ഇങ്ങ് പോന്നു, എബി അമ്മയോടായി പറഞ്ഞു മുറിയിലേക്ക് നടന്നു. മീനു ഒന്നും മിണ്ടാതെ അവന് പിന്നാലെ തന്നെ മുറിയിൽ ചെന്നു. മക്കളെ ഉറക്കി കിടത്തി അവൾ ഫ്രഷായി ഇറങ്ങിയതും എബി അവളെയും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് അവൾ കണ്ടത്. മീനു, അവൻ വിളിച്ചു. എന്താ? ഞാൻ നിന്നോട് തുറന്നു ചോദിക്കുന്നത് കൊണ്ട് നിനക്ക് വിഷമമൊന്നും തോന്നരുത്. എന്ത് വേണമെങ്കിലും എബിച്ചായൻ എന്നോട് ചോദിക്കാം, എനിക്ക് ഒരു വിഷമവും ഉണ്ടാകില്ല. ദേവനെ കണ്ടപ്പോൾ മുതൽ നിന്നിലുള്ള മാറ്റം ഞാൻ ശ്രദ്ധിക്കുന്നു. നീ ഇപ്പോഴും അവനോടുള്ള ഒരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ടോ? അത് കേട്ട് മീനു ഞെട്ടിത്തരിച്ചു നിന്നു. അങ്ങനെ ഒന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് എന്നോട് പറയാം, ഞാൻ ഒരിക്കലും അതിന് എതിര് നിൽക്കില്ല. അവൻ വേദനയോടെ അവളെ നോക്കി പറഞ്ഞതും മീനു ഒരു കരച്ചിലോടെ വന്ന് എബിയുടെ നെഞ്ചിലേക്ക് വീണു. എനിക്ക് എബിച്ചായനെയും മോളെയും ഉപേക്ഷിച്ചു പോവാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അവളുടെ ചോദ്യത്തിൽ അവൻ ആശ്വാസത്തോടെ അവളെ ചേർത്ത് പിടിച്ചു. കണ്ടപ്പോൾ തൊട്ട് എൻ്റെ മനസ്സ് ദേവൻ്റെ കൂടെയായിരുന്നു. ആ രൂപം എന്നെ ഒരുപാട് വേദനിപ്പിച്ചു. പക്ഷെ അത് ഇനിയും അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിച്ചു കൊണ്ടല്ല. ഇത്ര കാലം കൂടെ ജീവിച്ചിട്ടും എന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ എന്ന സഹതാപം. സ്വയം നീറി തുടങ്ങുന്ന ജീവിതം സ്വയം വരുത്തിവെച്ചതല്ലേ എന്നൊരു ചിന്ത. ഇതൊക്കെയായിരുന്നു എനിക്ക് അപ്പോഴും അദ്ദേഹത്തോട് തോന്നിയത്. അല്ലാതെ എന്നെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും പറ്റാത്ത ഒരാളോടൊപ്പമുള്ള ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല. മീനു കണ്ണീരോടെ തന്നെ അവൻ്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് പറഞ്ഞു. എബിയും എല്ലാം മറന്നു പുഞ്ചിരിയോടെ അവളെ തന്നിലേക്ക് അടുപ്പിച്ചു. നിന്നെ ഞാൻ അതിന് വിട്ടുകൊടുത്തിട്ട് വേണ്ടേ? അവളുടെ കാതുകളിൽ
അവൻ്റെ ചുണ്ടുകൾ പതിയെ മൊഴിഞ്ഞതും മീനു തല ഉയർത്തി അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. അപ്പോൾ അതിനൊരിക്കലും എതിര് നിൽക്കില്ലെന്നൊക്കെ പറഞ്ഞതോ? അത് അങ്ങനെയൊന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്നറിയണ്ടേ, അതിനു വേണ്ടി. അവളൊന്ന് ചിരിച്ചുകൊണ്ട് അവൻ്റെ ദേഹത്തു നിന്ന് മാറാൻ തുടങ്ങിയതും അവൻ അവളെ തൻ്റെ ദേഹത്തേക്ക് വലിച്ചിട്ടു. മറ്റൊന്നിനും ഇനി നമ്മളെ വേർപെടുത്താനാവില്ല മീനു. അവൻ്റെ കൈകൾ തന്നെ തഴുകിക്കൊണ്ടിരിക്കുന്നതറിഞ്ഞ മീനു അവൻ്റെ കയ്യിൽ കിടന്നു പിടഞ്ഞു. വിട പിച്ചായ, മക്കൾ ഉണരും. മക്കൾ ഇനി നാളെ കാലത്തേ ഉണരൂ. അത് എനിക്ക് മാത്രമല്ല, നിനക്ക് നല്ലതുപോലെ അറിയാം. അവൻ അവളുടെ മുഖം കയ്യിലെടുത്തു അവളുടെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൻ്റെ കണ്ണുകളിൽ കണ്ട പ്രണയഭാവം അവൾക്ക് താങ്ങാനാകുന്നതിലും അപ്പുറമായിരുന്നു. അവളുടെ തല താഴുന്നതിന് മുന്നേ അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ അമർന്നു. അവിടെ നിന്നും കവിളിലേക്കും മൂക്കിലേക്കും നീങ്ങാൻ തുടങ്ങിയതും മീനുവിന് തൻ്റെ ശരീരം വിറയ്ക്കുന്നത് പോലെ തോന്നി. അധരങ്ങളിലേക്ക് അവൻ്റെ ചുണ്ടുകൾ നീങ്ങാൻ തുടങ്ങിയതും മീനു വേണ്ടെന്നുള്ള പോലെ തലയാട്ടി. നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഞാൻ നിന്നെ പിടിച്ച് തിന്നാനൊന്നും പോണില്ല മീനു. അവളുടെ കണ്ണുനീര് തൻ്റെ കൈകളിൽ വീണപ്പോഴാണ് അവൾ കരയുകയാണെന്ന് അവന് മനസ്സിലായത്. എന്തു പറ്റി മീനു? നിനക്കിഷ്ടമല്ലെങ്കിൽ ഞാൻ നിന്നെ നിർബന്ധിക്കില്ല. എനിക്കറിയില്ല, ഇങ്ങനെ ഒരു ജീവിതം ഒന്നും ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എല്ലാം നഷ്ടപ്പെട്ടവൾ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഓരോന്നായി എല്ലാം ദൈവം തിരിച്ചു തന്നു. പക്ഷേ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതാണ് എൻ്റെ ജീവിതം എന്ന്. ഒരിക്കലും നിനക്കിനി വേദനിക്കേണ്ടി വരില്ല മീനു, അതിന് ഞാൻ സമ്മതിക്കില്ല. അവൾ കണ്ണുനീർ മറച്ചു പിടിച്ച് അവനെ നോക്കി പുഞ്ചിരിച്ചു. അവൻ്റെ ചുംബനത്തിൽ അവൾ അലിഞ്ഞു ചേർന്നു. അവൻ്റെ വാത്സല്യത്തോടെയുള്ള തഴുകലിൽ അവൾ സ്വയം മറന്നു. അവനായി തന്നെ പകർന്നു നൽകുമ്പോൾ അവളുടെ മനസ്സ് ശൂന്യമായിരുന്നു. ഇരു ശരീരങ്ങളും ഒന്നായി മാറുമ്പോൾ അവളുടെ മനസ്സിനേറ്റ മുറിവുകളെല്ലാം നീങ്ങിത്തുടങ്ങി. തളർച്ചയോടെ അവളിൽ നിന്നും അവൻ നീങ്ങിക്കിടുന്നതും മീനു എബിയെ ഒന്ന് നോക്കി. എന്തുപറ്റി? അതിനവൾ ഒന്നുമില്ലെന്ന് കണ്ണിറുക്കി കാണിച്ചു. അവനൊരു പുഞ്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു. എബിച്ചായ, എണീക്ക്, എന്തൊരു ഉറക്കമായത്? മീനുവിൻ്റെ വിളി കേട്ടുകൊണ്ടാണ് എബി കണ്ണു തുറന്നത്. കുളിച്ച് ഈറനോടെ നിൽക്കുന്ന മീനുവിനെ കണ്ടതും അവനൊന്ന് പുഞ്ചിരിച്ചു. ഇത് നീ എപ്പോൾ എണീറ്റ് പോയി? ഞാൻ പോയിട്ട് അരമണിക്കൂറെങ്കിലും ആയി കാണും. കുളിച്ച് വന്ന് എബിച്ചായന് ചായ ഇട്ടു. വേഗം എണീക്കാൻ നോക്ക്. നീ ഇങ്ങ് വന്നേ. അവൻ അവളെ തൻ്റെ നെഞ്ചിലേക്ക് പിടിച്ചിട്ടു. എബിച്ചായ വിട്, ഹോസ്പിറ്റലിൽ പോകണ്ടേ? ഇന്ന് ലീവാ ഞാൻ. എന്തിനാ ലീവ്? ഇന്നലെ രാത്രി ഉറക്കം കളഞ്ഞു. നിന്നോടൊപ്പം സമയം ചിലവിട്ടതിന് ഇന്ന് ഉറക്കം തൂങ്ങി പേഷ്യൻ്റ് മാറിപ്പോയി വല്ല കയ്യബദ്ധവും പറ്റേണ്ടെന്ന് കരുതി, അത്രമാത്രം. ആഹാ, എബിച്ചായൻ ഇത്രക്കേ ഉള്ളൂ? മീനു ഒരു ചിരിയോടെ പറഞ്ഞതും എബി അതേ ചിരിയോടെ അവളെ പിടിച്ചു തൻ്റെ ദേഹത്തേക്ക് ഇട്ടു. അത് ഞാൻ നിന്നോട് ചുമ്മാ പറഞ്ഞതാ. ഞാൻ ലീവ് എടുത്തത് നിന്നോടൊപ്പം സമയം ചിലവിടാൻ വേണ്ടി മാത്രമാ. ആണോ? അവനൊരു ചിരിയോടെ അവളിലേക്ക് ചുംബനമായി പെയ്തിറങ്ങാൻ തുടങ്ങിയതും മീനു അവനെ ദയനീയമായി നോക്കി. എന്താ? മോളെ വിളിച്ചുണർത്തി സ്കൂളിൽ അയക്കാനുള്ളതാ. ഇന്ന് മോൾ കൂടി ലീവ് എടുത്തോട്ടെ. അവർ ഉണർന്നാൽ ഇന്നലത്തെ യാത്ര നമുക്കിന്ന് പൂർത്തിയാക്കാം. മീനു അവനെ നോക്കി പുഞ്ചിരിച്ചതും എബി അവളെ വീണ്ടും ചുംബിച്ചുണർത്തി അവളിലേക്ക് അലിഞ്ഞു ചേർന്നു.